ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പൊട്ടിത്തെറിച്ച സത്യങ്ങളെല്ലാം പറയുന്ന അനുവിനെയാണ് കാണിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ അനു പറയുകയാണ് അലോക യഥാർത്ഥത്തിൽ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗോമതി ചോദിക്കും, നീ എന്തൊക്കെ സംബന്ധങ്ങളാണ് വിളിച്ചു പറയുന്നത്? അവനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇനിയും കള്ളക്കഥകൾ പറയുകയാണോ അനു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനു പറയും, അല്ല അമ്മ, ഈ സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനും അലോകം യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന്. അപ്പോൾ അലോക് പറയും, അങ്ങനെ തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറ, നീ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് എന്നെ ഇനിയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ വിളിച്ചു പറയുകയാണ് അലോക്. അപ്പോൾ നമ്മുടെ അലോകിൻ്റെ അമ്മ വന്നിട്ട് പറയും, മോളെ, അവൻ ഇന്നൊരു തെറ്റ് കാണിച്ചു, സത്യം തന്നെ. പക്ഷേ ആ തെറ്റ് കാണിച്ചതിൻ്റെ പേരിൽ നീ അവൻ ഭർത്താവല്ല എന്നൊന്നും വിളിച്ചു പറയില്ലേ എന്ന്. മുത്തശ്ശിയും അത് തന്നെ ചോദിക്കും, മോളെ, എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ എനിക്കിപ്പം മനസ്സിലാവാം. അവൻ നിന്നോട് ഈ കള്ളത്തരം കാണിച്ചതുകൊണ്ട് നീ അവനോട് ദേഷ്യപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൻ നിൻ്റെ ഭർത്താവല്ല എന്നൊന്നും ഇങ്ങനെ വിളിച്ചു പറയില്ലേ എന്ന് പറയുകയാണ്. ഇപ്പം നന്ദിനി ഏട്ടത്തി അനന്തേട്ടൻ എല്ലാവരും പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും വിളിച്ചു പറയില്ലേ. അപ്പോൾ അവൾ പറയണം, അല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. കാരണം ഇവനെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അലോകേട്ടൻ്റെ ഭാവി പോകും. കാരണം ഇവനെ കൊല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അലോകിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആര്യേട്ടൻ്റെ ജീവിതം അവിടെ തകരും. അതുകൊണ്ട് ആര്യേട്ടനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഏട്ടൻ എന്ന് പ്രിയപ്പെട്ടതാണ്. എന്താണ് സത്യം ഉണ്ടായതെന്ന് ഞാൻ പറയാം. ഇവൻ വിവാഹത്തലേ ദിവസം എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ഒരു ദിവസം മുഴുവൻ പാർപ്പിച്ച് പിന്നെ എന്നെ വിട്ടയക്കാനായിരുന്നു ഇവൻ്റെ പരിപാടി. അങ്ങനെ വിട്ടയക്കുമ്പോൾ എൻ്റെ വിവാഹം മുടങ്ങുമെന്ന് ഇവനറിയാം. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്ന് അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ ആ ഒരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട സമയത്ത് ആ ഒരു പണി തിരിച്ചു കൊടുക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ഇവൻ എടുത്തു വെച്ചിരുന്ന താലി എടുത്ത് ഞാൻ കഴുത്തിൽ കെട്ടിയത്. അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഇവന് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലോകിന് സന്തോഷവും. അലോക് പറയാം, അങ്ങനെ തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് പറയുകയാണ്. അപ്പോൾ ആരും ചോദിക്കും, അപ്പോൾ നീ ഇവിടെ കിഡ്നാപ്പ് ചെയ്തിട്ടാണല്ലോടാ കൊണ്ടുപോയത് എന്ന്. അപ്പോൾ അലോകിന് അതിനൊന്നും മറുപടിയില്ല. അപ്പോൾ അനന്തരും ചോദിക്കും, എടാ, ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ? ഈ പറഞ്ഞതിൽ വല്ല ന്യായമുണ്ടോ? നീ അവളെ പിടിച്ചു കൊണ്ടുപോകണോ ചെയ്തത്? അപ്പോഴും അലോകിന് മറുപടിയില്ല. എന്നിട്ട് അനു ആ താലി പൊക്കി കാണിച്ചിട്ട് പറയും, ഈ താലി യഥാർത്ഥത്തിൽ അലോകിൻ്റെ കഴുത്തിൽ കെട്ടിയതല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ജീവനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവൻ ഓരോന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോൾ നമ്മുടെ മിത്രയ്ക്കും മീനുവിനും സന്തോഷമാവുന്നുണ്ട്. കാരണം അവൾ സത്യം മുഴുവൻ തുറന്നു പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് തരിപ്പിൽ നിൽക്കുകയാണ് ബാക്കിയുള്ള കൃഷ്ണമംഗലംകാരും ഗോമതിയും ആര്യനും ഒക്കെ. കാരണം ആര്യന് ഓൾറെഡി ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവൻ ഇവളെ കുടുക്കി കല്യാണം കഴിച്ചതാണോ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുത്തശ്ശി പറയാണ്, നീ ഇതെല്ലാം പറഞ്ഞ സത്യമാണോ മോളെ? ആര്യനും നീ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അല്ല, അലോകും നീയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന്. ആൾ പറയും, ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഭർത്താക്കന്മാരല്ല എന്ന്. മുത്തശ്ശി പറയും, നീ ഇനി ഇവിടെ നിൽക്കണ്ട, വായ, നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോകാം, എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ മുത്തശ്ശി അവളെയും കൊണ്ട് പോകുമ്പോൾ തിരിച്ച് ബാക്കി കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും തിരിച്ചു പോവുകയാണ് വീട്ടിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ ഗോമതിയും ആര്യനൊക്കെ. മീനുവിനും ഇത്രയ്ക്കും ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിട്ട് കുഴപ്പമില്ല. അങ്ങനെ അവർ വീടിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞപ്പോൾ അച്യുതൻ പറയുകയാണ്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവരുടെ കല്യാണം ഒരു കള്ളക്കല്യാണമാണെന്ന്. കാരണം ഇവൾ തലയിൽ കൂടെ സാമ്പാർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ. പിന്നെ ഇവരുടെ ബെഡ്റൂമിൽ നിന്ന് കേൾക്കണ സൗണ്ടൊക്കെ റൊമാൻസ് ആണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രാജശ്രീയുടെ അടുത്തും ധർമ്മൻ്റെ അടുത്തും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതാണ് എന്ന്. അപ്പോൾ രാജശ്രീ വന്നിട്ട് ചോദിക്കും അനുവിൻ്റെ അടുത്ത്, സത്യം പറയടി, നീ എൻ്റെ മോനെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ ധർമ്മൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പറയും, ചേച്ചി അവളോട് ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ഇവളിങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ തിരിച്ച് കാട്ടിയിട്ടുണ്ടാവും. അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവൻ അത് കേട്ടപ്പോൾ രാജശ്രീ ഒന്ന് പൊടി അഴയും. കാരണം അവൻ്റെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് രാജശ്രീക്ക് മനസ്സിലായല്ലോ. അപ്പം ആനന്ദേട്ടൻ മുത്തശ്ശി പറയും, എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. ഇവനും വിവാഹം കഴിച്ചതല്ല എന്നൊന്നും എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇതാവുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനന്തേട്ടൻ വന്നിട്ട് പറയുകയാണ്, മോളെ, നിങ്ങൾ വിവാഹം കഴിച്ചതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിച്ചതും ഒക്കെ അല്ലേ, നമുക്കിത് ബാലനോടും കൂടി സംസാരിച്ച് ഈ വിവാഹം ഒഫീഷ്യലാക്കാം. ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടുകയോ അല്ലെങ്കിൽ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടുകയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഒഫീഷ്യലാക്കാമെന്ന്. അപ്പം മുത്തശ്ശിയും പറയുകയാണ്, അതാണ് മോളെ അതിൻ്റെ ശരി. കാരണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലാന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തയുള്ള കാരണമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അപ്പോൾ നന്ദിനി ഏട്ടത്തിയും അത് തന്നെയാണ് പറയുന്നത്,
കാരണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് പകയും ദേഷ്യവും കൂടും എന്ന്. മുത്തശ്ശിയും പറയും, അതെ, താലിക്ക് ഒരു മഹത്വമുണ്ട് മോളെ. അപ്പോൾ അത് നിൻ്റെ കഴുത്തിൽ യഥാർത്ഥത്തിൽ വീണ് കഴിഞ്ഞാൽ അതെല്ലാം അവസാനിക്കുമെന്ന്. അങ്ങനെ നന്ദിതേട്ടത്തിയും സുകന്യൊക്കെ നിർബന്ധിക്കുകയാണ് നമ്മുടെ അനുവിനെ യഥാർത്ഥ വിവാഹം കഴിക്കാൻ. അപ്പോൾ അലോകൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നന്ദിതേട്ടത്തി ചോദിക്കും, അലോക് നിനക്കെന്താ, നിനക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല വല്യമ്മ, അവളെന്താ തീരുമാനിക്കുന്നത്, അവളുടെ മറുപടി കേൾക്കട്ടെ. പക്ഷേ അവൾ ഒന്നും അനു ഒന്നും പറയുന്നില്ല. അനുവിനെ ആലോചിച്ച് നിൽക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞതിൽ അലോകിന് സമ്മതമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്തെ സീൻ കഴിയുകയാണ്. ഇവരെല്ലാവരും കൂടി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ വിവാഹം നടത്തണം എന്നൊക്കെ. പക്ഷെ അനു കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുമില്ല. പിന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ദേവമംഗലമാണ്. ദേവമംഗലത്തിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ആ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുകയാണ് ആര്യൻ ആനന്ദിനെ ആകാശിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആനന്ദും ആകാശമൊക്കെ അവിടേക്ക് വന്നിട്ടുമുണ്ട്. ആര്യം പറയുകയാണ്, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ, അവൾക്ക് അവളുടെ ഈ വിവാഹത്തിൽ മുന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയും നമ്മൾ എന്തിനാണ് സത്യമെല്ലാം മനസ്സിലായിട്ട് ഇരിക്കുന്നത്? അവളെ പോയിട്ട് വിളിച്ചു കൊണ്ടുവരണം. അവളിനി ഒരു നിമിഷം പോലും കൃഷ്ണമംഗലത്ത് നിർത്താൻ പാടില്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ആനന്ദിനും ആകാശം ശരിയാണെന്ന് തോന്നി. ആനന്ദും ആകാശം പറയും, ശരിയാണ്, നമുക്ക് ഇപ്പം തന്നെ പോയി വിളിച്ചുകൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അവരെല്ലാവരും എണീറ്റ് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ തടയുകയാണ് ഗോമതി പറയും, നിങ്ങൾ നിൽക്ക്, ബാലേട്ടൻ വരട്ടെ. ഇനി നിങ്ങളെല്ലാവരും വാശിക്ക് അവളെ പിടിച്ചു കൊടുന്നു കഴിഞ്ഞാൽ ബാലേട്ടനെ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ലെങ്കിലും അതുകൊണ്ട് അച്ഛൻ വന്നിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇത് ചെയ്താൽ മതി. അപ്പോൾ ആനന്ദ് പറയും, അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ അമ്മ, ആദ്യം നമുക്ക് അവളെ വിളിച്ചു കൊണ്ടുവരാം. കാരണം അവളെ യഥാർത്ഥത്തിൽ അവൻ്റെ ഭാര്യയല്ല വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവളെ ഇങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നത്? അതിന് യാതൊരു അർത്ഥമില്ല. ഇനി അവിടെ നിൽക്കുന്ന ഓരോ നിമിഷം അവളുടെ ജീവനം തന്നെ ആപത്താണ്. അതുകൊണ്ട് നമുക്ക് അവളെ ഇപ്പം തന്നെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, ബാലേട്ടനൊന്ന് വരട്ടെ, ബാലേട്ടൻ വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്തോളും. അപ്പോഴാണ് ബാലൻ വരുന്നത്. ബാലൻ ചോദിക്കുക, എന്താ ഗോമതി അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് നീ വിളിച്ചത്, എന്താ കാര്യം? അപ്പോൾ ആര്യം പറയും, അച്ഛാ ഒരു കാര്യം ഉണ്ടായി, അലോക് ഇങ്ങനെ വണ്ടിയുമ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ ഞാനും മിത്ര ചേച്ചിയും മീനു ചേച്ചിയും കൂടി കണ്ടു. ഞങ്ങൾ എന്നിട്ട് അത് ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു ഇനിയും ഒരുപാട് പെണ്ണുങ്ങളെ പിന്നാലെ അവൻ പോകുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ആര്യന് ദേഷ്യം വന്നപ്പോൾ ആര്യൻ അവനെ തല്ലി. അപ്പോൾ ഇടയ്ക്ക് വന്ന് നിന്നത് അനുവാണ്. അനു അപ്പോഴാണ് സത്യങ്ങളൊക്കെ പറയുന്നത്. അനുവിനെ യഥാർത്ഥത്തിൽ അലോക് വിവാഹം കഴിച്ചില്ല, അനുവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ കൊണ്ടുപോയതാണ് അവളെ കല്യാണം മുടക്കാൻ എന്ന്. അപ്പോൾ ഗോമതി പറയും, ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ബാലേട്ട, ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മീനും മിത്രയും പറയും, അതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കും, അവൾ പറഞ്ഞ സത്യം തന്നെയാണെന്ന്. അപ്പോൾ ഗോമതി ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന്? അത് ഞങ്ങളോട് അവളെല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളോടെല്ലാം അവൾ പറഞ്ഞിരുന്നു എന്നോ? എപ്പോൾ പറഞ്ഞു? നിങ്ങളതിന് ശേഷം വിവാഹത്തിന് ശേഷം അവളെ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഞങ്ങൾ കണ്ടിരുന്നു, ഒരിക്കൽ ധർമ്മമാമനോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ കണ്ടിരുന്നു, അമ്പലത്തിൽ വെച്ച് അവളെ കണ്ടിരുന്നു. അവളെ ഞങ്ങളോട് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവളെ ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു, ഇത് പുറത്താരും അറിയരുത് എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും പറയാതിരുന്നത്. അപ്പോൾ ആകാശം മീനുവിൻ്റെ അടുത്ത് ചൂടാവും, നീ എന്താണ് പറയുന്നത്? വലിയ ആദർശം പറയുന്ന ആളാണല്ലോ നീ, ഇങ്ങനത്തെ ഒരു സത്യം ഇട്ട് കഴിഞ്ഞാൽ അത് പാലിക്കേണ്ട ആവശ്യമില്ല, അത് നിനക്കറിയില്ലേ എന്ന്. അപ്പോൾ മീനു പറയും, ഞങ്ങൾക്ക് അവൾ ഞങ്ങളുടെ അനിയത്തിയെ പോലെയാണ്. അപ്പോൾ അവൾ അത്രയും ഉറപ്പ് വാങ്ങിയൊരു കാര്യം ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിൽ ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവൾക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, അപ്പോൾ പിന്നെ ഞങ്ങളത് തകർക്കാനും നോക്കിയില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇവരെ കുറ്റപ്പെടുത്തും. ഗോമതിയും പറയും, നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലും ഈ ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അങ്ങനെ എല്ലാവരും കൂടി മീനുവിനെയും മിത്രേനെയും കുറ്റപ്പെടുത്തണം. പക്ഷെ അവർ പറയുന്നത് അവൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് മാത്രമാണ്. അപ്പം ബാലൻ പറയും, മതി, ഇനി അവരെ കുറ്റപ്പെടുത്തിയതും ഇതാക്കിയതൊക്കെ മതി, നമുക്കത് വിടാം, നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന ബാലനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. കൂടുതൽ നേരത്തെ സാന്ത്വനം ജോയിൻ്റെ വാർത്തകളും എപ്പിസോഡ് റിവ്യൂവും കേൾക്കാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.